എരുവ നളന്ദ കലാസാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 21ാമത് കുസൃതിക്കൊട്ടാരം അവധിക്കാല ക്യാമ്പിന് തുടക്കമായി. ലഹരിയുടെ വ്യാപനം വർദ്ധിച്ചതോടെ കളിയിലും ചിരിയിലും ചിന്തയിലും ലഹരി കണ്ടെത്താം എന്ന പ്രമേയം ഉയർത്തിയാണ് ഇത്തവണ കുസൃതിക്കൊട്ടാരം സംഘടിപ്പിച്ചിരിക്കുന്നത്. അവധിക്കാലം ആസ്വാദ്യമാക്കി കളിയും ചിരിയും ചിന്തയും നിറയ്ക്കുവാൻ എരുവ നളന്ദ കലാ സാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ 21ാമത് കുസൃതിക്കൊട്ടാരം അവധിക്കാല ക്യാമ്പിന് തുടക്കമായി. ലഹരിയുടെ വ്യാപനം വർദ്ധിച്ചതോടെ കളിയിലും ചിരിയിലും ചിന്തയിലും ലഹരി കണ്ടെത്താമെന്ന പ്രമേയം ഉയർത്തിയാണ് ഇത്തവണ കുസൃതിക്കൊട്ടാരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ 20 വർഷക്കാലമായി ഒരൊറ്റ വർഷം പോലും മുടക്കം കൂടാതെ, അതായത് കൊറോണ സമയത്ത് നമ്മൾ ഓൺലൈനിൽ ക്യാമ്പ് നടത്തുകയുണ്ടായി. ഈ മുടക്കം കൂടാതെ ഈ 4 ദിവസക്കാലം ഈ ഒരു ക്യാമ്പ് നടത്തുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അടച്ചിട്ട മുറിക്കുള്ളിൽ നടക്കുന്ന അത്യാധുനിക ക്യാമ്പുകൾ ഇന്നുണ്ട്. കായംകുളത്തടക്കം എനിക്ക് തോന്നുന്നു ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏറ്റവും ആദ്യം ഈ കുട്ടികളുടെ ക്യാമ്പ് ആരംഭിച്ച സംഘടന നമ്മുടെ സംഘടനയാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്ലാസുകൾ, അതായത് കാവ്യ സല്ലാപം, ചിത്രരചനയുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ, കുട്ടികൾക്ക് മോട്ടിവേഷൻ നൽകുന്ന, അതായത് കളിയിലും ചിരിയിലും ചിന്തയിലും ലഹരി കണ്ടെത്താം. ഈ പ്രാവശ്യം നമ്മുടെ കുസൃതിക്കൊട്ടാരത്തിന്റെ ഒരു മുദ്രാവാക്യം തന്നെ അതാണ്. കളിയിലും ചിരിയിലും ചിന്തയിലും ലഹരി കണ്ടെത്താം. നമ്മളെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോകുമ്പോൾ കുട്ടികള് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള ക്യാമ്പുകളിൽ സഹപാഠികളോടൊത്ത് അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊത്ത് ചെലവഴിക്കുന്ന നിമിഷങ്ങളാണ് ഏറ്റവും വലിയ മുഹൂർത്തങ്ങൾ. അടച്ചിട്ട മുറിക്കുള്ളിൽ അല്ലെങ്കിൽ വീട്ടിലെ ആ ഒരു പ്രത്യേക മുറിക്കുള്ളിൽ മൊബൈലിനും കമ്പ്യൂട്ടറിനും ടിവിക്കും ഒക്കെ അടിമപ്പെടുന്ന കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തരത്തിലുള്ള ക്യാമ്പുകളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. അല്ലെങ്കിൽ ഈ ചുരുക്കം ദിവസം കൊണ്ട് അവരെ ആ രൂപത്തിൽ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ക്യാമ്പിന്റെ ലക്ഷ്യം. ഏപ്രിൽ 20 വരെ നളന്ദയുടെ ഓഫീസിന് സമീപമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കളിയിൽ അല്പം കാര്യം, വരയിലൂടെ പഠിക്കാം, രസഗുള, ഉണർവ് നേരം, നാടൻപാട്ട്, ശില്പശാല, കുടുംബസംഗമം തുടങ്ങിയ വിവിധ സെഷനുകളിൽ വിവിധ മേഖലകളിൽ പ്രാവീണ്യം ലഭിച്ചവർ വിദ്യാർത്ഥികളെ അറിവിന്റെയും ഉല്ലാസത്തിന്റെയും തലങ്ങളിലെത്തിക്കും. മോതിരത്തിനു കല്ലുവെച്ച നുണ പറയാം കേൾക്കണോ കൂട്ടുകാരെ, എന്റെ കൂട്ടുകാരെ, കൂട്ടുകാരെ, നല്ല കൂട്ടുകാരെ. ഇടവഴിയിൽ കൂടിയൊരു കപ്പല് വന്നു പറഞ്ഞു. ഇടവഴിയിൽ കൂടിയൊരു കപ്പല് വന്നു, ആ പെരുവഴിയിൽ തിങ്ങി രണ്ടീച്ച ചത്തു. പെരുവഴിയിൽ തിങ്ങി രണ്ടീച്ച ചത്തു. ഈച്ചത്തോലൂരിയൊരു ചെണ്ട പൊതിഞ്ഞു, നളന്ദ ഗ്രന്ഥശാല പ്രസിഡന്റ് ജി സദാശിവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്യാമ്പ് കോർഡിനേറ്റർ പ്രഭാഷ് പാലാഴി സ്വാഗതം രേഖപ്പെടുത്തി. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കണ്ണ് നമുക്ക് കാഴ്ച തരുന്നു, നമ്മുടെ മൂക്കിലൂടെ നമ്മൾ ശ്വസിക്കുന്നു, നമ്മുടെ കൈകളിലൂടെ നമ്മൾ എന്തെല്ലാം ജോലി ചെയ്യുന്നു. ഇനി ഇതൊന്നും ഇതിനകത്തിരുന്ന ഒരാൾ ടപ്പ് 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 ഇടിക്കുന്നുണ്ടല്ലേ. ഈ ഹൃദയം നമ്മൾ സ്നേഹിക്കണം. ഒരു ദിവസം നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് എണീറ്റ് ഉറങ്ങുന്നവരെ നമ്മൾ ഓർക്കണം, നമ്മൾ ഈ ഭൂമിയിലെ കാഴ്ചകൾ കാണിക്കുന്നു, നമ്മളെല്ലാം വായിപ്പിക്കുന്നു, നമ്മളെല്ലാം കേൾപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ ഒരു ശരീരം ഒരു ഫാക്ടറി പോലെ വർക്ക് ചെയ്യാണ്. ഈ ശരീരത്തോടാണ് നമുക്ക് ഏറ്റവും സ്നേഹം വേണ്ടത്. അങ്ങനെ നിങ്ങൾ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കുമ്പോൾ മദ്യത്തിൻ്റെ പുറകെ പോവുമോ? ആർക്കെങ്കിലും മദ്യം കഴിച്ചിട്ട് സ്വന്തം ലിവർ അടിച്ച് കളയണമെന്ന് തോന്നുമോ? ലിവറിലേക്ക് ഇങ്ങനെ ചെന്നിട്ട് ഒരു കുളിർമഴയല്ല പെയ്യുന്നത്, അതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അടിക്കുമ്പോൾ ഇങ്ങനെ കറങ്ങി കിടക്കാന്നൊക്കെ തോന്നും അല്ലേ. പിന്നെ ചിലയിടത്തിരുന്ന് ചില കഞ്ചാവ് കള്ളന്മാരും മദ്യക്കാരും മയക്കുമരുന്നുകാരും നിങ്ങളെ വിളിക്കും, പോവരുത്. കാരണം അവർക്ക് പൈസ ഉണ്ടാക്കാനല്ല, നിങ്ങളുടെ കുടുംബം നശിപ്പിച്ച് അവർ പൈസ ഉണ്ടാക്കും. അപ്പോൾ അതിനൊക്കെ എതിരെയുള്ളൊരു വീര്യം ഉണ്ടാവാനായിട്ടും ശക്തി ഉണ്ടാവാനായിട്ടും ഈ ഒരു കുഞ്ഞു ജീവിതം നമുക്ക് കിട്ടിയത് ഭാഗ്യമാണെന്നും ഒരുപാട് ഇന്റേണൽ ഓർഗൻസ് ഇരുന്ന് വർക്ക് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ നടക്കുന്നതെന്നും ഒക്കെ ചിന്തിച്ചാൽ അത്രയേ ഉള്ളൂ മനുഷ്യൻ. ഈ 2025 തുടങ്ങിയിട്ട് ഇന്ന് ഏപ്രിൽ മാസം 16 അല്ലേ? 16 17 ഇന്ന് 17. ദീപക് രുവ, രാജേന്ദ്രൻ നായർ, പത്തിയൂർ വിശ്വൻ, ശശികുമാരൻ പിള്ള, രൂപേഷ്, ഭാഗ്യ സന്തോഷ്, വാവ ഉദയൻ, സുജിത വിനോദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കാവ്യ സല്ലാപം, ആടാം പാടാം ആടിപ്പാടാം എന്ന വിഷയത്തിൽ മുട്ടം CR ആചാര്യ, സുലൈമ ബീഗം എന്നിവർ ക്ലാസ് നയിച്ചു. ക്യാമ്പിന്റെ സമാപന സമ്മേളനം പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് L ഉഷ ഉദ്ഘാടനം നിർവഹിക്കും.
മാവേലിക്കര ബിജു, പാർത്ഥസാരഥി വർമ്മ, അനിൽ ജ്വാല, വൈ ഷാനവാസ് എന്നിവർ തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നയിക്കും. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.